ഇറാൻ്റെ റിട്ടാലിയേഷൻ്റെ ബഹുഭൂരിപക്ഷവും വരുന്നത് ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ GCC രാജ്യങ്ങളിലേക്കാണ്. ഏറ്റവും അവസാനം നമ്മളിപ്പോൾ സൗദിയിലെ അരാംകോ അവരുടെ പെട്രോളിയം ഉൽപ്പാദന കേന്ദ്രത്തിലേക്ക് വന്ന് ഡ്രോൺ വരുന്നു, UAE പൊട്ടുന്നു, ഖത്തറിൽ രാവിലെ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു, കുവൈറ്റിലും ബഹ്റൈനിലും നിരന്തരമായി സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. ബഹ്റൈനിലാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട സ്ഥലം. അമേരിക്കൻ ബേസിലുള്ള എല്ലാ അറബ് കൺട്രീസും എമിറേറ്റുകളും സുൽത്താനേറ്റുകളൊക്കെ അവർ ആക്രമിക്കുകയാണ്. അത് ആ റീജിയനിൽ ഉണ്ടാക്കുന്ന ഒരു ഒലച്ചിൽ എന്തായിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 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 മേഖലയായിരുന്നു എല്ലാ അർത്ഥത്തിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ഈ ടെൻഷൻസ് ഒന്നും ബാധിക്കാത്ത ഒരു സ്ഥലമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയെ പെട്ടെന്ന് വലിയ ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് വീണ്ടും ബോംബുകൾ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏരിയ എന്തായിരിക്കുന്നതാണ് നമ്മൾ സംസാരിക്കുന്ന അടുത്ത വിഷയം. അജിംസ് എന്താണ് തോന്നുന്നത്? GCC എങ്ങനെയാണിത് ബാധിക്കാൻ പോവുക? ഈ പുതിയ കാലത്ത് ഇപ്പം സാമ്പത്തിക വളർച്ചയുടെയും ഉൽപ്പാദനത്തിൻ്റെയും രംഗം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉൽപ്പാദക ഫാക്ടറി ചൈന ആയിരിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു മേഖലയായി GCC മാറിയിട്ടുണ്ട്. അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, പ്രത്യേകിച്ചും സൗദി പോലുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ ഒരു പുതിയ വ്യാപാര പാത അല്ലെങ്കിൽ ഒരു പുതിയ വ്യാപാര ബെൽറ്റ് GCC കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും സൗദി അറേബ്യ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് ഉയർന്നു വരികയാണ്. അപ്പോഴാണ് ഈ പറയുന്ന പരമാവധി GCC രാജ്യങ്ങൾ ചെയ്യുന്ന എന്താണ്, പരമാവധി പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാലുഷ്യങ്ങളില്ലാതെ സാധനങ്ങൾ കൊണ്ടുപോവുക, മാധ്യസ്ഥം വഹിച്ച് പ്രശ്നങ്ങൾ തീർക്കുക. ഖത്തറാവട്ടെ, ഒമാനാകട്ടെ, ഈവൻ സൗദി പോലും ആകട്ടെ, അവിടെയുള്ള റീജിയണൽ കോൺഫ്ലിക്റ്റിനെ പരമാവധി ഒതുക്കി കൊണ്ടുപോവുക, അധികം അലമ്പില്ലാതിരിക്കുക എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന തന്ത്രം. പക്ഷേ ഒഴിവാക്കാനാവാത്ത അവരുടെ വിധി അല്ലെങ്കിൽ അവരുടെ ജിയോ പൊളിറ്റിക്സ് അവരെ ഇത്തരം സംഘർഷങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ്. അവിടെ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ GCC രാജ്യങ്ങളിൽ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഇറാൻ മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞു, ഡാമേജുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങളാണ് ഇറാൻ ആക്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അവിടുത്തെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ, സിവിലിയൻ ഡെത്ത് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാമേജുകളുള്ളതോടൊപ്പം തന്നെ അവർ എന്താണ് പറയുന്നത്, വി ആർ റിസർവിങ് അവർ റൈറ്റ്സ് ടു ഡിഫെൻഡ് അവർ കൺട്രി എന്നാണ് അവർ പറയുന്നത്. അതായത് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചടിക്കുന്നല്ല പറയുക, ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അവകാശം ഉണ്ട് എന്നെല്ലാം അവർ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഈ യുദ്ധം എങ്ങനെ ഉണ്ടാകുന്നുവെന്നും ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നും. അവർ കൂടി ഇൻവോൾവ് ആവുന്ന ഒരു യുദ്ധമാണെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്തായി മാറുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അത്രയും എന്താണ് പൊളിറ്റിക്കൽ വിസ്ഡമുള്ള രാഷ്ട്രത്തലവന്മാർ തന്നെയാണ് അവിടെ ഉള്ളത്. അതല്ലാതെ എടുത്തിയാടി ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇറങ്ങിത്തിരിക്കാൻ ഈ പറയുന്ന GCC രാജ്യങ്ങൾ ആരും തന്നെ തയ്യാറാവുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞു, സൗദി അറേബ്യ പോലുള്ള രാജ്യം എത്ര മിനിമലായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. അവരുടെ പ്രസ്താവനകൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതെന്തുകൊണ്ട് അവരെത്ര മിനിമലായിട്ടാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാവും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം GCC എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് എക്സ്പാട്രിയേറ്റ്സ് ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ജീവിതം മുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളം നിശ്ചലമാവുന്നത്ര പ്രശ്നമുള്ള വിഷയങ്ങളാണ്. അത് അത്രയും ആശങ്കയുണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ആളുകൾ, എസ്പെഷ്യലി പ്രവാസികളായ മനുഷ്യർ നമുക്ക് അയക്കുന്ന മെസ്സേജ്, മലയാളം ചാനലുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമൊന്നും ഞങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അനിയൻ തന്നെ ഖത്തറിലാണുള്ളത്. അപ്പോൾ അവൻ പറയുന്നത് അവിടെയുള്ള ആളുകൾ ഒരു ദീപാവലിയെ കാണുന്ന പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ നിന്ന് മിസൈൽ വരുന്നു, ഇവിടെ നിന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു, ആകാശത്തൊരു ഇത് ഇടയ്ക്കിടയ്ക്ക് അലേർട്ട് വരുന്നു ഫോണിൽ, എല്ലാവരും വീട്ടിലിരിക്കുന്നു എന്നതിനപ്പുറം ഇത് അവരുടെ ലൈഫിനാണ്, ഡേ ടു ഡേ ലൈഫിന് അങ്ങനെ വലിയ ഭീകരമായി ഇപ്പോൾ കോവിഡ് വന്നതുപോലെ ലോക്ക്ഡൗൺ വന്നതുപോലെ ബാധിച്ചിട്ടില്ല. അത്യാവശ്യമൊക്കെ അവർ പുറത്തിറങ്ങുന്നുമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് ഇത്തരത്തിലുള്ള ഈ ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾ, എയർ മൂവ്മെൻ്റ് എല്ലാം സ്റ്റോപ്പായില്ല. അത് മാത്രമല്ല, ഇങ്ങനെ അലമ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ബിസിനസ് വളരില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യങ്ങൾ മുടങ്ങും. ഇതിപ്പോൾ നാളെ ഇവിടെ ഒരു മിസൈൽ വീണാൽ അല്ലെങ്കിൽ ഡ്രോൺ വന്നാൽ എന്താവും എന്നുള്ള ഭയത്താൽ ആൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അത് സാമ്പത്തിക വളർച്ചയെ മുരടിപ്പിക്കും, അത് വലിയ തോതിലുള്ള മാന്ദ്യം ഉണ്ടാക്കും. ആ മാന്ദ്യത്തിൻ്റെ ഒന്നാമത്തെ ഇരകൾ ടൂറിസം. ദുബായിൽ ഒരു ദിവസം എത്ര മനുഷ്യന്മാർ എഴുന്നെല്ലാം വന്നിറങ്ങുന്നതാണ്. ദുബായ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോകത്തെ ഏറ്റവും വലിയൊരു സേഫ് ഹാവനായിട്ടാണ് കരുതപ്പെടുന്നത്. ഒരു തരത്തിലുള്ള അലമ്പുമില്ലാത്ത, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാലുഷ്യങ്ങളില്ലാത്ത, ഒരു പ്രൊട്ടസ്റ്റ് പോലും അനുവദിക്കപ്പെടാത്ത, എന്നാൽ എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ലോകത്തൊരു കോസ്മോപൊളിറ്റൻ സിറ്റിയായിട്ടാണ് ദുബായ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ 2026 ഫെബ്രുവരി 28 മുതൽ അതങ്ങനെയല്ല, അവിടെയും സംഭവിക്കാം എന്നൊരു തോന്നലുണ്ടാകുന്നു. ഇത് വലിയ തോതിലുള്ള എന്താണ് പറയുക, ഒരു ആശങ്കയും അസന്ദിഗ്ധാവസ്ഥ ഉണ്ടാക്കും. ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കും, എക്കണോമിയെ ബാധിക്കും, മലയാളികളെ വളരെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അമേരിക്ക പോലുള്ള ഒരു വലിയ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവന് വ്യക്തിപരമായും രാഷ്ട്രീയമായും നേരിടുന്ന ഒരു പ്രതിസന്ധി എവിടം വരെയാണ് അതിൻ്റെ അലവലുകൾ എത്തുക, നമ്മളെ പോലും ബാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ദാവസാഹിബ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പം വളരെ മോഡറേറ്റ് ആയിട്ടുള്ള പ്ലാനാണോ ഈ GCC കാര്യത്തിൽ ഇറാനുള്ളത്? കാരണം ഇറാൻ ബങ്കർ ബസ്റ്റർ മിസൈലൊക്കെ ഇസ്രായേലിൽ ഇട്ടു, 9 പേരൊക്കെ മരിച്ചല്ലോ.
അവരിൽ ഇല്ലാഞ്ഞിട്ടല്ലോ, ചെറിയ സംഘങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു തോന്നുന്നു. എന്ന് വെച്ചാൽ ആ ഒരു പൊളിറ്റിക്കൽ പ്രഷർ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അത്ര ഇമ്പാക്റ്റ് സത്യത്തിൽ അതിന് ഫിസിക്കലി ഉള്ളൂ. അല്ല, അതിൻ്റെ ഇമ്പാക്റ്റ് ഇത് ഇമ്പാക്റ്റഡ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ റീജിയൻ്റെ പ്രത്യേകത കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നിഷാദിന് ഓർമ്മയുണ്ട് 2021 ഒരു കപ്പൽ സൂയസ് കനാലിൽ കാറ്റത്ത് ഒന്ന് ചെരിഞ്ഞു പോയി. ഓർമ്മയുണ്ട് സംഭവം? ഉണ്ട്. ആ 8 ദിവസമാണ് അതവിടെ കിടന്നത്. അത് ഗ്ലോബൽ എക്കണോമിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഓർമ്മയുണ്ടോ? ഒരു കപ്പൽ അതിൻ്റെ യാത്ര വഴിയെ കാറ്റേറ്റ് ചെരിഞ്ഞു പോകുമ്പോൾ ഗ്ലോബൽ എക്കണോമിയിൽ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഫിനാൻഷ്യൽ റിപ്പിൾസ് എന്ന് പറയുന്നത് വർഷങ്ങളെടുത്തു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൂയസ് കനാൽ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ മാരിടൈം ട്രേഡിൻ്റെ 12% കൈകാര്യം ചെയ്യുന്ന ഒരു റൂട്ടാണത്. ഒന്ന് ആലോചിച്ചു അതിൻ്റെ ഒരു സൈസ് എത്രയാണ്. മൊത്തം ഗ്ലോബൽ മാരിടൈം ട്രേഡിൻ്റെ 12% ഇതാണ്ട് ആ വഴിയിലൂടെയാണ് പോകുന്നത്. ഹോർമുസ് സ്ട്രെയിറ്റ് എന്ന് നമ്മൾ കേൾക്കുന്നില്ലേ? ഈ ഹോർമുസ് സ്ട്രെയിറ്റിലൂടെയാണ് ഗ്ലോബൽ ഓയിൽ മൂവ്മെൻറ്റിൻ്റെ 30% നടക്കുന്നത്. ഗ്ലോബൽ LNG മൂവ്മെൻറ്റിൻ്റെ 20% നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രാധാന്യം ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് അത് വിഷ്വലൈസ് ചെയ്ത് നോക്കും. മൊത്തം ഗ്ലോബൽ ട്രേഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ട്രേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചങ്ക് ഒരു ലിമിറ്റഡ് ജോഗ്രഫിയിൽ അവിടെ കോൺസെൻട്രേറ്റ് നിൽക്കുകയാണ്. അവിടെ ആകാശത്ത് വിമാനങ്ങളില്ല, കടലിൽ കപ്പലുകൾ ഓടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ബാക്കി എല്ലാ സൈദ്ധാന്തികവും രാഷ്ട്രീയവും നയതന്ത്രപരമായ കാര്യങ്ങൾ മാറ്റിവെക്കൂ. അത് മനുഷ്യരുടെ ജീവിതങ്ങളിൽ, അവരുടെ പോക്കറ്റിൽ, അവരുടെ അക്കൗണ്ടുകളിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്താണെന്ന് ഓർത്ത് നോക്കിയാൽ മതി. അതേറ്റവും അതിൻ്റെ ഇമ്മീഡിയറ്റ് എന്താ പറയുക വിക്ടിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്, മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മീഡിയയുടെ കാര്യത്തിൽ ആലോചിക്കൂ. അതാണ്ട് വരാനിരിക്കുന്ന പെരുന്നാളിന് നമ്മൾ എല്ലാ GCCയിലും പലതരം ഇവൻറ്റുകൾ പ്ലാൻ ചെയ്തതാണ്. അതിങ്ങനെ പോയാൽ നടക്കുമോ? എനിക്ക് തോന്നുന്നില്ല. എന്ത് ഇവൻ്റാണ് അവിടെ നടത്താൻ പോകുന്നുള്ളത്? അപ്പോൾ ഇതിന് വേറെ സൈദ്ധാന്തികവും രാഷ്ട്രീയവും നയതന്ത്രപരവും കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത് വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ്. അതാണ് അതിലെ ഒരു കാര്യം. രണ്ടാമത്തെ പറഞ്ഞാൽ GCC അവരുടെ ഗ്രോത്ത് എങ്ങനെയാണ്? ഇതൊരു സ്റ്റേബിളായിട്ടുള്ള ഒരു റീജിയനാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻവെസ്റ്റ് ചെയ്യാം, ബിസിനസ് ചെയ്യാം, ഇവിടെ കാര്യങ്ങൾ നടത്താം എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദുബായ് എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സേഫ് ഒയാസിസ് എന്ന് പറയും. പാം ജുമൈറ അറ്റാക്ക് ചെയ്യപ്പെടുന്നു, അല്ല ബുർജുൽ അറബ് അറ്റാക്ക് ചെയ്യപ്പെടുന്നു. എന്തിനാണത്? അതേതെങ്കിലും ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷനാണോ? അപ്പോൾ ബുർജുൽ അറബ് എന്ന് പറയുമ്പോൾ ഐക്കോൺ, ദുബായിയുടെ ഐക്കോണാണ്. അവിടെ അത് തകർക്കുന്നില്ല, ചുമ്മാ ഒരു ഡ്രോൺ അവിടേക്ക് പോവുകയാണ്. എന്താണ് ബുർജുൽ അറബ് എന്ന് പറഞ്ഞാൽ? പഴയ ബുർജുൽ അറബ് അല്ല. ദുബായ് എന്ന് പറഞ്ഞാൽ പഴയ ദുബായ് അല്ല. അത് സേഫ് ഹെവൻ അല്ല, അതൊരു സേഫ് ഒയാസിസ് അല്ല എന്നൊരു സന്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തിനാണ് ഇറാൻ അത് ചെയ്യുന്നതിനെക്കുറിച്ച് ഇറാൻ്റെ IRGCയുടെ കമാൻഡർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഇതാ സഖത്തു സതസ്കുത്തു മഇ എന്നാണ്. ഇഫ് ഐ ഫാൾ യു വിൽ ഫാൾ വിത്ത് മീ. ഞാനായിട്ട് വീഴാൻ പോകുന്നില്ല. ഇഫ് ഐ സിങ്ക് യു വിൽ സിങ്ക് വിത്ത് മീ. ഇതാണ് ഇറാൻ്റെ തിയറി, ബേസിക്. ഈ പറയുന്ന ഇപ്പം നടക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ബേസിക് തിയറി എന്ന് പറയുന്നത്. യു ആർ ടോക്കിംഗ് അബൌട്ട് റെജീം കൊളാപ്സ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് റീജിയൻ കൊളാപ്സ് എന്നാണ്. നിങ്ങൾക്ക് റെജീം കൊളാപ്സാണ് വേണ്ടതെങ്കിൽ സംഭവിച്ചേക്കാം, പക്ഷെ അത് മാത്രമായി സംഭവിക്കില്ല. എന്താണ് സംഭവിക്കുക? ഈ മേഖല തന്നെ പൊളിയും. അങ്ങനെ പൊളിഞ്ഞുകൊണ്ടേ ഇത് നടക്കത്തുള്ളൂ എന്നുള്ളതാണ് ഇറാൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ എന്തിനാണ് ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ചോദ്യം ചോദിക്കുന്ന അവർക്ക് ആ ഒരു നിഷ്കളങ്കതയിൽ കാര്യമുണ്ട്. അത് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെയുള്ള എല്ലാ സംഗതിയിലുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇതിന് എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ ആൻസറുണ്ട്. എന്താണ്? വിതൗട്ട് എനി റീസൺ വി ആർ ബീങ് അറ്റാക്ഡ്. ഈ ആക്രമണത്തിന് ഒരു കോണ്ടക്സ്റ്റ് ആലോചിച്ച് നോക്കൂ. തീർത്തും നീതിരഹിതമായ ഒരു കാര്യത്തിൻ്റെ മേൽ ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. നിങ്ങൾ എൻറിച്ച്മെൻറ്റ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എൻറിച്ച്മെൻറ്റ് നടത്താൻ പാടില്ല എന്ന് പറയാൻ എന്ത് അവകാശം എന്ന ചോദ്യം അവിടെ ഉണ്ട്. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നു. എന്നാൽ ഓക്കെ, നമുക്ക് ചർച്ചയാകാം. ഇറാൻ ചർച്ചയ്ക്ക് വരുന്നു. എന്നിട്ട് അവർ സാധാരണഗതിയിൽ അഭിമാനമുള്ള ഒരു രാജ്യവും രാജ്യത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത വ്യവസ്ഥകൾ അവർ അംഗീകരിക്കുന്നു. എൻറിച്ച്മെൻറ്റ് 60% നിന്ന് നമുക്ക് എന്താക്കാം, 3.5 ചുരുക്കാം. ഇനി ഉണ്ടാക്കാൻ പോകുന്ന പ്ലാന്റുകളുടെയൊക്കെ കോൺട്രാക്റ്റ് അണ്ണൻ്റെ കമ്പനിക്ക് തന്നേക്കാം പറയുകയാണ് ഇറാൻ. ആ ചർച്ച നടന്ന്
അവർ തിരിച്ചെത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ജനീവയിൽ നിന്ന് ഇറാൻ തിരിച്ചെത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിന് മുമ്പ് എന്ത് സംഭവിക്കുകയാണ്? ആക്രമണം നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ചർച്ച നടക്കുന്നതിനിടയിൽ ആക്രമണത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയെന്നാണ്. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത, സിവിലിറ്റി ഇല്ലാത്ത, ഏതെങ്കിലും നിലക്ക് ആധുനികവും പരിഷ്കൃതവുമായ മൂല്യങ്ങളില്ലാത്ത ഒരു ഗുണ്ടാ സംഘമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത് തെളിയിക്കപ്പെടുകയാണ്. കാരണം ഒരു സമാധാന ചർച്ച നടന്നുകൊണ്ടിരിക്കെ, അതിൽ പ്രോഗ്രസ് ഉണ്ടായിക്കൊണ്ടിരിക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പരിഷ്കൃത സമൂഹത്തിന്, സിവിലിറ്റിയുള്ള ഒരു മനുഷ്യനും ഒരു സംസ്കാരത്തിന് ചേർന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനെന്താണ് അർത്ഥമുള്ളത്? ചർച്ച ചെയ്യാൻ മാത്രം അതിന് ഡിസേർവ്ഡ് ആയിട്ടുള്ള ആ ഒരു മൂല്യമുള്ള ഒരു വാല്യൂമാണല്ലോ ഒരു കൂട്ടരുമായിട്ട് ചർച്ച ചെയ്യണം. ഏതെങ്കിലും നൽകുന്നൊരു വാല്യൂ അവർക്ക് വേണം. അങ്ങനെ വാല്യൂ ഇല്ലാത്ത ഒരാളുമായിട്ട് ഞങ്ങൾ എന്തിന് ചർച്ച ചെയ്യണമെന്നാണ് ഇറാൻ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, തീർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീരാം, പക്ഷേ ഇതാ സഖത്തു സത്തസ്കുത്തുമായി, ഇഫ് ഐ സിങ്ക് യു വിൽ ഓൾസോ സിങ്ക് വിത്ത് മീ എന്നുള്ള ആ ഒരു സംഗതിയാണ് അവർ നടപ്പിലാക്കുന്നത്. അതിനാവശ്യമായുള്ള സംഗതികളാണ്. എന്തിനാണ് അവർ ഇപ്പം നമ്മൾ തുടക്കത്തിൽ കരുതിയത് ഖത്തറിലേക്കും ദുബായിലേക്കും കുറച്ച് പൊട്ട ഡ്രോണുകൾ വിട്ട് തീരുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വലിയ ഡാമേജുകൾ ഉണ്ടാക്കുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പിളാണ് അവർ നടപ്പിലാക്കുന്നത്. നിങ്ങളും മുങ്ങും, ഞങ്ങൾ മുങ്ങുകയാണ്, ഞങ്ങളെ മുക്കുകയാണ്, നിങ്ങൾ മുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രഷർ ഈ GCC രാജ്യങ്ങൾക്ക് മേൽ ഉണ്ടാക്കുകയും അവരേതെങ്കിലും നിലക്ക് അവരുടെ ലിവറേജ് ഉപയോഗിച്ച് അമേരിക്കയും, ഇപ്പോൾ ദുബായിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ UAE കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ആക്രമണം നടക്കുന്നത്. എന്തുകൊണ്ടാണത്? ഇസ്രായേലുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആ മേഖലയിലെ രാജ്യമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലിവറേജ് ഉപയോഗിക്കൂ, ഈ ഭ്രാന്ത് അവസാനിപ്പിക്കൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭ്രാന്ത് എന്താണ് നോം ഓഫ് ദ ഡേ ആയി കഴിഞ്ഞാൽ, വേൾഡ് ഓർഡർ ആയി കഴിഞ്ഞുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും, അങ്ങനെയാണെങ്കിൽ യുദ്ധം ഉണ്ടാകുമായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ നമുക്ക് പല നിലക്ക് പറയാമെങ്കിലും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള ഫൗണ്ടേഷനായിട്ടുള്ള ഇഷ്യൂ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അതെന്താണ്? ഇസ്രായേൽ പലസ്റ്റൈൻ. ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായി വരുന്നതിൻ്റെ അടിസ്ഥാനം അവിടെയാണ്. ആ ക്വസ്റ്റ്യൻ പരിഹരിക്കപ്പെടാതെ അതവിടെ നിലനിന്നുകൊണ്ട് ലോകത്ത് സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായുള്ള പാഠം. ഒരു മേഖലയാകമാനം സംഘർഷത്തിൽ മുങ്ങിത്താഴുമ്പോൾ നമുക്ക് മാത്രമായി സ്വാർത്ഥമായി സമാധാനം അനുഭവിക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മെസ്സേജായിട്ടാണ് ഈ യുദ്ധത്തിൻ്റെ വികാസത്തെ നമ്മൾ കാണേണ്ടതെന്ന് തോന്നുന്നു. സോ ഇത് അവസാനിപ്പിക്കാൻ ഉള്ള ബാധ്യത രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല, കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകത്തിനാകമാനം മുമ്പിലേക്ക് വന്നിരിക്കുന്നു എന്നതുകൂടി കാണണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു റിസഷനിലേക്ക് പോലും ലോകത്തെ കൊണ്ടുപോകാൻ ശേഷിയുള്ള യുദ്ധമായിട്ടാണ് മാറുന്നത്.